നമസ്കാരം. തീർത്ഥയാത്രയുടെ കൊടുങ്ങല്ലൂർ ട്രിപ്പിലെ മൂന്നാമത്തെ ക്ഷേത്രമാണ്. ആദ്യം കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തി, അതിനുശേഷം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി, അതിനുശേഷം ഇപ്പോൾ മള്ളിയൂർ ശ്രീ വിനായക ക്ഷേത്രത്തിൽ, മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് മള്ളിയൂർ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് മള്ളിയൂർ ഗണേശ ഭഗവാന്റെ വിശേഷങ്ങൾ കാണാം. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം കേരളത്തിൽ കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ പഞ്ചായത്തിൽ കുറുപ്പന്തറ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഗണപതി ഭഗവാന്റെ അപൂർവ സങ്കല്പമായ ബീജഗണപതിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഒരു കാലത്ത് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം പിന്നീട് ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ കാലത്താണ് ഇന്നത്തെ രൂപത്തിലാക്കിയത്. ഗണപതി സന്നിധിയിൽ വെച്ച് ഭാഗവതം വായിച്ചു വന്നിരുന്ന അദ്ദേഹത്തിന്റെ സാന്നിധ്യം കാരണം ശ്രീകൃഷ്ണ ഭഗവാനെ മടിയിലിരുത്തിയ ഗണപതിയായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അറിയപ്പെടാൻ തുടങ്ങി. വിനായക ചതുർത്ഥിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം. ഇതിനോടനുബന്ധിച്ച് 6 ദിവസത്തെ കൊടിയേറ്റുത്സവവും നടത്തി വരുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മള്ളിയൂർ മനയിലെ കാരണവരായിരുന്ന മഹാസിദ്ധനായ ഒരു ബ്രാഹ്മണന് തൻ്റെ ദേശസഞ്ചാരത്തിനിടയിൽ അതിമനോഹരമായ ഒരു ഗണപതി വിഗ്രഹം ലഭിക്കുകയുണ്ടായി. 4 കൈകളോടുകൂടി വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി നിൽക്കുന്ന ബീജഗണപതിയുടെ രൂപത്തിലായിരുന്നു ആ വിഗ്രഹം. ആ വിഗ്രഹത്തെ അദ്ദേഹം മള്ളിയൂർ മനയിലെ തേവാരപ്പുരയിൽ കുടിയിരുത്തി. കാരണവരുടെ പൂജയിൽ സംതൃപ്തനായ ഗണപതി ഭഗവാൻ തനിക്ക് പ്രത്യേകമായ ഒരു ക്ഷേത്രം വേണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് കാരണവർ ക്ഷേത്രം നിർമ്മിച്ച് അവിടെ കുടിയിരുത്തുകയും ചെയ്തു. ആ ക്ഷേത്രമാണ് കാലാന്തരത്തിൽ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം എന്നറിയപ്പെട്ടത്. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം. ക്ഷേത്രത്തിന്റെ മുൻവശത്തായി മനോഹരമായ ഗോപുരം നിങ്ങൾക്ക് കാണാം. കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടന്നാൽ ആദ്യം ചെന്നെത്തുന്നത് ആനക്കൊട്ടിലാണ്. അതിമനോഹരമായ ഒരു നിർമ്മിതിയാണ് ഇവിടുത്തെ ആനക്കൊട്ടിൽ. ഏകദേശം 5 ആനകളെ വരെ എഴുന്നള്ളിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ആനക്കൊട്ടിലിന് തെക്ക് ഭാഗത്ത് ഗണപതി ഹോമത്തിനായി പ്രത്യേക മണ്ഡപം പണിതിരിക്കുന്നു. കേരളത്തിലെ അപൂർവം ഗണപതി ക്ഷേത്രങ്ങളിലൊന്നായ മള്ളിയൂർ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് തന്മൂലം അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. ആനക്കൊട്ടിലിനപ്പുറം ഭഗവത് വാഹനമായ എലിയെ ശിരസിലേറ്റുന്ന സ്വർണ്ണക്കുടിമരം പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മുക്കൂറ്റി പുഷ്പാഞ്ജലിയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഒരു ദിവസം തന്നെ 12,000 മുക്കൂറ്റികൾ ഉപയോഗിച്ച് ഇവിടെ അർച്ചന നടത്തി വരാറുണ്ട്. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് മുക്കൂറ്റി പുഷ്പാഞ്ജലി നടത്തുന്നത്. അതുകൂടാതെ തടി എന്നു പേരുള്ള മറ്റൊരു പ്രത്യേക വഴിപാടും ഇവിടെയുണ്ട്. അരിമാവ്, ശർക്കര, കദളിപ്പഴം എന്നിവ ചേർത്തുണ്ടാക്കുന്ന വിശേഷപ്പെട്ട ഒരു നിവേദ്യമാണിത്. കൂടാതെ സാധാരണ ഗണപതി ക്ഷേത്രങ്ങളിലെ പോലെ ഗണപതി ഹോമം, ഒറ്റയപ്പം, കറുകമാല, നാരങ്ങാമാല, മോദകം തുടങ്ങിയവയും പ്രധാന വഴിപാടുകളാണ്. വൈഷ്ണവ ഗണപതിയായി കണക്കാക്കി വരുന്നതിനാൽ പാൽപായസവും ഇവിടെ അതിവിശേഷമാണ്. തെക്ക് ഭാഗത്ത് പ്രത്യേകം തീർത്ത ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ശാസ്താവിന്റെ പ്രതിഷ്ഠയും ഉണ്ട്. ഏകദേശം 3 അടി ഉയരം വരുന്ന ശാസ്താവിന്റെ വിഗ്രഹം വലതു കൈയിൽ അമൃത കലശം ധരിച്ചു നിൽക്കുന്ന രൂപത്തിലാണ്. തന്മൂലം ധന്വന്തരി ഭാവം കൂടിയ സങ്കല്പമാണ് ഇവിടെ. ശാസ്താവിന്റെ ശ്രീകോവിലിന് പടിഞ്ഞാറായി പ്രത്യേകം തീർത്ത ഒരു തറയിൽ ബ്രഹ്മരക്ഷസന്റെ പ്രതിഷ്ഠ കാണാം. വടക്ക് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ദുർഗാദേവിയുടെ പ്രതിഷ്ഠയോടുകൂടിയ ശ്രീകോവിലുണ്ട്. ക്ഷേത്രത്തിൽ ആദ്യം കുടികൊണ്ടത് ഈ ദേവിയാണ് എന്നാണ് വിശ്വസിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ തന്മൂലം ഈ പ്രതിഷ്ഠയ്ക്ക് വിശേഷ പ്രാധാന്യം നൽകി വരുന്നു. ചതുർബാഹുവായ വിഷ്ണു ദുർഗയാണ് ഇവിടെ പ്രതിഷ്ഠ. ദേവിക്ക് അഭിമുഖമായാണ് ക്ഷേത്രത്തിലെ മറ്റൊരു ഉപദേവനായിട്ടുള്ള അന്തിമഹാകാലന്റെ പ്രതിഷ്ഠ. യമനെ നിഗ്രഹിക്കാൻ ശിവഭഗവാൻ സ്വീകരിച്ച രൂപമാണ് അന്തിമഹാകാലൻ. ഉഗ്രദേവനായ അന്തിമഹാകാലനെ ക്ഷേത്രത്തിന്റെ രക്ഷകനായിട്ടാണ് കണ്ടുവരുന്നത്. ചെറിയൊരു ശിവലിംഗമാണ് ഇവിടെയുള്ള പ്രതിഷ്ഠ. വളരെ വലിപ്പം കുറഞ്ഞ ഒറ്റ നില ചതുര ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന്റെ മേൽക്കൂര പൂർണ്ണമായും ചെമ്പ് മേഞ്ഞതാണ്. ഇതിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും സ്വർണം പൂശിയിരിക്കുന്നു. ശ്രീകോവിലിനകത്ത് ഒറ്റ മുറിയേ ഉള്ളൂ. അതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. ഏകദേശം 3 അടി ഉയരം വരുന്ന ചതുർബാഹു ഗണപതി വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. നമസ്കാരം. മള്ളിയൂർ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നും കടുത്തുരുത്തി ക്ഷേത്രത്തിലേക്കാണ്, പിന്നീട് വൈക്കം ക്ഷേത്രത്തിലേക്കും. അപ്പം മള്ളിയൂർ ഗണേശ ഭഗവാന്റെയും ശ്രീകൃഷ്ണനെ മടിയിലിരുത്തി ലാളിക്കുന്ന ആ രീതിയിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ഗണപതി ഭഗവാന്റെ. അതിവിശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മള്ളിയൂർ ക്ഷേത്രത്തിലൊന്ന് വന്ന് ദർശനം നടത്തുക. ഇവിടുത്തെ വിശേഷങ്ങളും ഐതിഹ്യവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ക്ഷേത്രവിശേഷവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.